ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ സിറിൽ ജോർജ്. അപ്പോൾ ഇന്നത്തെ ഇവിടെ എന്ന് പറഞ്ഞാൽ OnePlus 7 Pro. ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട 5 ഫീച്ചേഴ്സും അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്ത 5 പോരായ്മകളാണ് ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ആരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. എൻ്റെ കയ്യിലുള്ള വേരിയന്റ് എന്ന് പറയുന്നത് OnePlus 7 Proയുടെ 8GB RAM ആൻഡ് 256GB ഇന്ത്യൻ മെമ്മറികളാണ്. ഇപ്പോൾ ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഞാൻ വാങ്ങിച്ചപ്പോൾ ഏകദേശം 53,000 ആയിരുന്നു. ഇപ്പോൾ അതിൻ്റെ പ്രൈസ് ഏകദേശം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട 5 ഫീച്ചേഴ്സ് അത് ഏതൊക്കെയാണെന്ന് നോക്കാം. മെയിനായിട്ട് എനിക്ക് അതിന് ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. ഇതിന്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് 6.67 ഇഞ്ചസ് Quad HD+ ഫ്ലൂയിഡ് AMOLED കർവ്ഡ് ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ ഇതിന്റെ സ്ക്രീൻ റിഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത് 90 Hz റിഫ്രഷ് റേറ്റ്. സ്മൂത്ത് എന്ന് പറഞ്ഞാൽ പക്കാ സ്മൂത്ത്, ബട്ടറി സ്മൂത്ത് ആയിട്ടുള്ള സ്ക്രീനാണ് ഇതിൻ്റെ. അപ്പം ഇത് തന്നെയാണ് ഇതിന്റെ സ്ക്രീനിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത്. പിന്നീട് എനിക്ക് ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത് ഓക്സിജൻ വോയിസ് കസ്റ്റമൈസേഷൻ ആണ്. അതായത് ഓക്സിജൻ വോയിസ് എന്ന് പറയുന്നത് ഒരുപാട് കസ്റ്റമൈസേഷൻസ് അവൈലബിൾ ആയിട്ടുള്ള ഒരു വോയിസ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ സെറ്റിംഗ്സിൽ സെപ്പറേറ്റ് ആയിട്ട് കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ഉണ്ട്. അതിനകത്ത് നമുക്ക് ആംബിയന്റ് ഡിസ്പ്ലേ, ക്ലോക്ക് സ്റ്റൈൽ, അതായത് ഡിജിറ്റലും അനലോഗ് സ്റ്റൈലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നീട് ഫിംഗർ പ്രിന്റ് ആനിമേഷൻസിന്റെ, അതായത് ഫിംഗർ പ്രിന്റ് സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ആനിമേഷൻ സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ഇതിനകത്ത് കിട്ടുന്ന ഫീച്ചറാണ് ഹൊറിസോണ്ടൽ ലൈറ്റ്സ് എന്ന് പറയുന്നത്. അതായത് നോട്ടിഫിക്കേഷൻസ് മെസ്സേജസ് ഒക്കെ വരുമ്പോൾ കർവ്സിൽ കൂടെ ഒരു ലൈറ്റ് പാസ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ലൈറ്റ്സിന്റെ കളർ നമുക്ക് ഡിഫറെന്റ് ആയിട്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇത് വളരെ കിടിലായിട്ടൊരു ഫീച്ചറാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ ആക്സൻ കളർ മാറ്റാൻ പറ്റുന്നതാണ്. ആക്സൻ കളർ എന്ന് പറയുമ്പോൾ അതായത് നമ്മുടെ ഫോണിൽ ഡിസ്പ്ലേ ആകുന്ന നോട്ടിഫിക്കേഷൻസും അതുപോലെ ടെക്സ്റ്റിന്റെ ഒക്കെ കളർ നമുക്ക് മാറ്റാൻ സാധിക്കും. ഇത് വളരെ കിട്ടുന്ന ഒരു ഫീച്ചറാണ്. അതുപോലെ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻസ് ടോഗിൾസിന്റെ ഒക്കെ ഷേപ്പും ഒക്കെ മാറ്റാൻ പറ്റുന്നുണ്ട്. അതുപോലെ അതായത് സ്ക്വയർ, സർക്കിള്, ടിയർ ഡ്രോപ്പ്, ഇങ്ങനെയുള്ള വിവിധ ഷേപ്സും അവൈലബിൾ ആയിട്ടുണ്ട്. വേറെ ഷേപ്സ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് വളരെ കിടിലായിട്ടൊരു ഫീച്ചറാണ്. അപ്പോൾ ഇത്രയാണ് ഇതിന്റെ കസ്റ്റമൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ഫീച്ചറിലേക്ക് കടക്കാം. പിന്നീട് മൂന്നാമതായി എനിക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത് ഇതിന്റെ പെർഫോമൻസ് ആണ്. അതായത് ഈ ഫോണിന്റെ പെർഫോമൻസ് അസാധ്യ പെർഫോമൻസ് ആണ്. ഈ ഫോൺ ഞാൻ വാങ്ങിച്ചിട്ട് ഏകദേശം ഒരു 7 months ആയി. ഇത് ഞാൻ വാങ്ങിച്ചപ്പോൾ എത്രമാത്രം പെർഫോമൻസ് ഇത് എനിക്ക് നൽകിയിട്ടുണ്ടാവും, ആ ഒരു പെർഫോമൻസ് തന്നെ എനിക്ക് ഇപ്പോഴും ലഭിക്കുന്നുണ്ട്. യാതൊരു സ്ഥലത്തും ഒരു ലാഗോ ഒരു ഫ്രെയിം ഡ്രോപ്പോ എനിക്ക് അനുഭവപ്പെടുന്നില്ല. ഇതിന്റെ കാരണം എന്ന് പറയുന്നത് ഇതിനകത്ത് പ്രോസസർ എന്ന് പറയുന്നത് Qualcomm Snapdragon 855 octa-core പ്രോസസറാണ്. നാലാമതായി ഇതിനകത്ത് വരുന്ന ഫീച്ചർ എന്ന് പറയുന്നത് അതായത് ഇതിന്റെ ചാർജിങ് ആണ്. ഇതിനകത്ത് വരുന്നത് 30W വാപ്പ് ചാർജിങ് ആണ്. അതുകൊണ്ട് നമുക്ക് 20 മിനിറ്റിൽ ഏകദേശം 40-50% ചാർജ് കയറുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ചാർജിങ് ഇട്ട് ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത് നോക്കിയിരിക്കേണ്ട വരുന്നില്ല. ഇത് വളരെ നല്ലൊരു ഫീച്ചർ തന്നെയാണ്. പിന്നീട് ഇതിനകത്ത് വരുന്ന അഞ്ചാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ഇതിന്റെ സ്പീക്കേഴ്സ് ആണ്. ഇതിന്റെ സ്പീക്കേഴ്സ് എന്ന് പറയുന്നത് Dolby Atmos സപ്പോർട്ട് ആയിട്ടുള്ള സ്പീക്കേഴ്സ് ആണ്. അതുകൊണ്ട് നമുക്ക് PUBG പോലുള്ള ഗെയിംസ് ഒക്കെ ഹെഡ്സെറ്റ് യൂസ് ചെയ്യാൻ കളിക്കാവുന്നതാണ്. ഇതിന്റെ വോയിസ് എന്ന് പറയുന്നത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വോയിസ് ആണ് ഇതിന്റെ സ്പീക്കേഴ്സ് എന്ന് വരുന്നത്. അതുപോലെ തന്നെ ഡ്യുവൽ ആയിട്ടുള്ള സ്പീക്കേഴ്സ് ഉള്ളതുകൊണ്ട് വളരെ ലൗഡർ ആയിട്ടുള്ള ശബ്ദം തന്നെയാണ് ഇതിന്റെ സ്പീക്കറിൽ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ എനിക്കതിനകത്ത് ഇഷ്ടപ്പെട്ട 5 ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കി. അതുപോലെ തന്നെ നമുക്ക് എനിക്കിനകത്ത് ഇഷ്ടപ്പെടാത്ത 5 ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഞാൻ നേരിടുന്ന 5 പ്രോബ്ലംസ് അത് ഏതൊക്കെയാണെന്ന് നോക്കാം. എനിക്കതിൽ നേരിടുന്ന ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് അതായത് ഇതിന്റെ ബാറ്ററി ഡ്രെയിൻ ഇഷ്യൂ ആണ്. എനിക്കിനകത്ത് ലഭിക്കുന്നത് ഏകദേശം ഒരു 4 hours to 5 hours ഒരു സ്ക്രീൻ ഓൺ ടൈം മാത്രമേ എനിക്ക് ലഭിക്കുന്നുള്ളൂ. അതായത് ഈ ഒരു ഫോണിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 53,000 ആണ്. അതായത് 53,000 രൂപ കൊടുത്ത് ഇങ്ങനെ ഒരു ഫോൺ വാങ്ങിക്കുമ്പോൾ ഇതിനകത്ത് 4000 mAh ബാറ്ററി കുറഞ്ഞു പോയി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കുറച്ചുകൂടെ ഒരു ബാറ്ററി mAh ഇവർക്ക് നൽകാമായിരുന്നു. ഇതിന്റെ റിഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത് 90 Hz റിഫ്രഷ് റേറ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ ബാറ്ററി ഡ്രെയിൻ ഇഷ്യൂ ഇത്രയും വരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ചുകൂടി ഇൻക്രീസ് ആയിട്ടുള്ള ബാറ്ററി mAh കൊടുത്തിരുന്നെങ്കിൽ നന്നായി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നീട് എനിക്ക് നേരിടുന്ന രണ്ടാമത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് അതായത് എനിക്ക് ഈ ഫോൺ അല്പം ബൾക്കി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 206 grams ആണ്. അതുകൊണ്ട് തന്നെ ഈ ഫോൺ ഒരുപാട് നേരം യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ചെറിയ ഹാൻഡ് പെയിൻ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് വലിയൊരു ഇഷ്യൂ അല്ല, എന്നാലും എനിക്ക് ചെറിയൊരു ഇഷ്യൂ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നീട് ഞാനത് നേരിടുന്ന മൂന്നാമത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് ലാക്ക് ഓഫ് 3.5mm ഓഡിയോ ജാക്കാണ്. അതായത് ഈ ഫോണിൽ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് അല്ലെങ്കിൽ ടൈപ്പ് സി ഹെഡ്സെറ്റ് മാത്രമേ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ടൈപ്പ് സി ഹെഡ്സെറ്റ് ഒക്കെ നമുക്ക് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയി വരുന്നുള്ളൂ.
പിന്നെ നമുക്ക് സാധാ ഹെഡ്സെറ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഒരു ഡോങ്കിൾ എന്നൊരു സംഭവം വാങ്ങിച്ച് യൂസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഡോങ്കിൾ എന്ന് പറയുന്നത് 3.5 മോഡി പിന്നിനെ ടൈപ്പ് സീറോട് കൺവേർട്ട് ചെയ്ത് കണക്ട് ചെയ്യുന്ന ഒരു കേബിളാണ് ഡോങ്കിൾ എന്ന് പറയുന്നത്. അപ്പം ഇത് അത്യാവശ്യം സന്ദർഭങ്ങളിൽ ഒരു വലിയൊരു ഇഷ്യൂ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നീട് ഇതിനകത്ത് വരുന്ന നാലാമത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് ഈ ഫോൺ ഭയങ്കര സ്ലിപ്പറിയാണ്. അതായത് ഈ ഫോണിന്റെ ബാക്ക് കവർ മേഡപ്പ് ഓഫ് മാറ്റ് ഫിനിഷ്ഡ് മിനറൽ ഗ്ലാസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഫോൺ പെട്ടെന്ന് തന്നെ നമ്മുടെ കയ്യിൽ നിന്നൊക്കെ വഴുതി തറയിൽ വീണ് പൊട്ടുവാൻ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഈ ഫോൺ വാങ്ങി യൂസ് ചെയ്യുന്നവർ മസ്റ്റായിട്ട് ഒരു കേസോ അല്ലെങ്കിൽ ഒരു ഫോൺ സ്ക്രീനോ യൂസ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഞാനത് നേരിടുന്ന അഞ്ചാമത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് ഇതിന്റെ ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് ആണ്. അതായത് അത്യാവശ്യം ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് ഒക്കെ ഇത് തരുന്നുണ്ടെങ്കിൽ തന്നെ മറ്റുള്ള ഫ്ലാഗ്ഷിപ്പുകൾ കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് കുറവാണ്. അതായത് സാംസങ് S10 പോലുള്ള ഫ്ലാഗ്ഷിപ്പുകൾ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ താരതമ്യേന അതിന്റെ ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് കുറവായിട്ട് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഔട്ട്ഡോറിലും ഡയറക്റ്റ് സൺലൈറ്റിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു ഇഷ്യൂ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. പിന്നീട് നിങ്ങൾക്ക് ഇതുപോലുള്ള ഇഷ്യൂസ് നിങ്ങളുടെ മൊബൈൽ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ താഴെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.